നമസ്കാരം. രഞ്ജിത്തിൻ്റെയും സിദ്ദീഖിൻ്റെയും രാജിക്ക് പിന്നാലെ സിനിമാ രംഗത്ത് കടുത്ത അനിശ്ചിതത്വം. ലൈംഗിക ആരോപണത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖ് രാജിവെച്ചതോടെ പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിനായി അമ്മ സംഘടനയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം നാളെ കൊച്ചിയിൽ ചേരും. ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനാണ് താൽക്കാലിക ചുമതല. സർക്കാർ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതോടെ പൂർണ്ണമായും നിയമവഴിയിൽ നീങ്ങാനാണ് സംഘടനയുടെ തീരുമാനം. സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കി സിദ്ദീഖ് ഊട്ടിയിൽ നിന്ന് ഇന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുമെന്നാണ് വിവരം. ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനുമായും കഴിഞ്ഞ ദിവസം തന്നെ താരം ചർച്ച നടത്തിയിരുന്നു. സിദ്ദീഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതോടെ ആരായിരിക്കും അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറി എന്നതാണ് നടീനടന്മാർക്കിടയിലെ ചർച്ച. ഹേമ കമ്മിറ്റി ഉയർത്തിയ പ്രതിസന്ധികൾക്കിടയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗം വരുമോ എന്നതാണ് ആകാംക്ഷ. അമ്മയുടെ ബൈലോ അനുസരിച്ച് 11 അംഗ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാം. സുരേഷ് കൃഷ്ണ, ജോയ് മാത്യു, ടൊവിനോ തോമസ്, ഷാജോൺ, ടിനി ടോം, വിനു മോഹൻ, ജോമോൾ, അനന്യ, അൻസിബ, സരയു എന്നിവരാണ് എക്സിക്യൂട്ടീവിലുള്ളത്. സംഘടനയിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള സ്ഥാനമാണ് ജനറൽ സെക്രട്ടറിയുടേത്. മുതിർന്ന അംഗമായ സിദ്ദീഖ് മാറുമ്പോൾ മറ്റൊരു മുതിർന്ന അംഗം വരേണ്ടേ എന്ന ചോദ്യവും സംഘടനയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട്. ഇവിടെയാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷിൻ്റെ പേര് ഉയർന്നു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജഗദീഷ് നടത്തിയ പ്രതികരണത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ കയ്യടിയും ജഗദീഷിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കണമെങ്കിൽ ബൈലോയിൽ തിരുത്തൽ വേണം. അതിന് ജനറൽ ബോഡിക്ക് മാത്രമേ അധികാരമുള്ളൂ. അത്തരമൊരു വൻ നീക്കം അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതും ആകാംക്ഷ ഉയർത്തുന്നു. വനിതാ ജനറൽ സെക്രട്ടറിയെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരാനുള്ള സാധ്യതകളും ഒരു വിഭാഗം പരിശോധിക്കുന്നുണ്ട്. വനിതാ അംഗം സെക്രട്ടറിയായി വന്നാൽ പൊതുസ്വീകാര്യത കിട്ടുമെന്നും WCCയുമായി അടക്കം ചർച്ചകൾ നടത്താൻ സഹായകമാകുമെന്ന വാദവും ഉയർന്നിട്ടുണ്ട്. കുഞ്ചാക്ക ബോബനെയോ പൃഥ്വിരാജിനെയോ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പിന് മുൻപേ അമ്മ നീക്കം നടത്തിയിരുന്നു. അന്ന് വിസമ്മതിച്ചവർ പുതിയ സാഹചര്യത്തിൽ നേതൃനിരയിലേക്ക് വരുമോ എന്നും ചോദ്യമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.